ഹായ്, പുതിയൊരു വീട്ടിലേക്ക് ചേർന്നത് നമ്മുടെ ഓക്കെ 1.5 മണിക്കൂർ ഇവന്മാർ നശിപ്പിച്ച് കളഞ്ഞല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയോ എന്തിനാണ് ഈ സൂം മീറ്റിംഗ് വെച്ചതെന്ന്? സൂം മീറ്റിംഗ് വെച്ചത് വളരെ സിമ്പിളാണ്. ആരും കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൂം മീറ്റിംഗ് വെച്ചത്. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് അഡ്വക്കേറ്റ് വരും, എങ്ങനെയാണ് നമ്മൾ ജയിക്കാൻ പോവുക. ഈ വക്കീൽ പോലും ഉപേക്ഷിച്ചു, നമ്മുടെ പ്രഗത്ഭനായ വക്കീൽ പോലും ഉപേക്ഷിച്ച കേസ്. എന്നിട്ട് ഇവർ പുതിയൊരു വക്കീലിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണ ഇവർ പറഞ്ഞു നടക്കുന്നത് ബഡ്സ് എഴുതിയ വക്കീൽ എന്നാണ്. ഒരിക്കലും ബഡ്സ് എഴുതിയ വക്കീലല്ല. കേരളത്തിലെ ബഡ്സിൻ്റെ ആദ്യത്തെ കേസ് അന്വേഷിച്ച അതിൻ്റെ എതിർകക്ഷിയായിരുന്ന ആൾക്കാരാണ് ഇവർ. പ്രമാദമായ പോപ്പുലർ ഫിനാൻസ് ആണെന്ന് തോന്നുന്നു. ഇവരാണ് അതിൻ്റെ പൈസ പോയവർക്ക് വേണ്ടിയിട്ട് വാദിച്ചിരുന്നത്. ഇവരാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇവരാണ് ബഡ്സ് ഉണ്ടാക്കിയത് എന്ന് ഇവർ പറഞ്ഞു നടക്കുന്നുണ്ട്. ബഡ്സ് ഉണ്ടാക്കിയ വക്കീലിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൽ പെടില്ല എന്ന്. നിങ്ങൾ ഇതിൽ പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്താണ് ശരിക്കും നിങ്ങളെ പരിപാടി എന്താണെന്ന് ശരിക്കും പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ അശ്വിൻ വക്കീൽ കോടതിയിൽ ബബ്ബ അടിച്ച പോലെ, അശ്വിന് എന്താണ് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞപ്പോൾ ബബ്ബ അടിച്ച പോലെ ഇവർക്കും ബബ്ബ അടിക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ എത്ര തട്ടിൽ നിങ്ങളുടെ പൈസ വീതിച്ചു പോകുന്നുണ്ട്? എന്തെങ്കിലും സാധനം, ഒരു മുട്ടുസൂചി പോലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നിങ്ങളുടേതാണോ? മണി ചെയിൻ അല്ലേ നിങ്ങൾ ചെയ്തത്? നമ്മൾ സാധാരണ മണി ചെയിനാണ്. ഈ നിങ്ങൾ ചെയ്തത് ബഡ്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്, നമ്മുടെ ബോണ്ടുകളൊക്കെ ബഡ്സിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഷിബു എബ്രഹാം. അദ്ദേഹം ഈ കേസ് വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, ഇത് ബഡ്സിൽപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരു ഏക വ്യക്തിത്വം എനിക്കറിയുന്ന ഒരാൾ ഷിബു എബ്രഹാം ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പണം പോയവരും പണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരും ഒരുപാട് ആൾക്കാരുടെ പണം നഷ്ടപ്പെടുത്തിയവരും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഹൈറിച്ചിൻ്റെ കാര്യങ്ങൾ എന്ന് വേണം പറയാൻ. ഒരിക്കലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ തട്ടിപ്പുകളെയും പൊളിച്ചടുക്കിക്കൊണ്ടുള്ള വിധിയെ ഒരു തരത്തിലും മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തിനാണ് ഈ സൂം മീറ്റിംഗ് വെച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കേസിന് ശ്രമിക്കുന്നുണ്ട്. ആ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഊന്നി പറയുന്നത് കേസ് കൊടുത്താൽ പൈസ കിട്ടില്ല, കേസ് നമ്മൾ കമ്പനി തിരിച്ചു വരുമ്പോൾ അത് വേറെ ഒരു പൂളിലേക്ക് മാറ്റിയിട്ട് പൂളിലേക്ക് മാറ്റിയിട്ട് കമ്പനിയോട് പറയും, നിങ്ങൾ പോയിട്ട് മണി ചെയിൻ ചെയ്തോ മക്കളെ, ഇത് മണി ചെയിൻ എന്ന് പറയുന്നത് ലോകത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, നിങ്ങൾ മണി ചെയിൻ ചെയ്യൂ മക്കളെ എന്ന് പറയും. ഇവർക്ക് തന്നെ അറിയാം ഇത് മണി ചെയിനാണ്, നമ്മുടെ ഡിജിറ്റൽ എന്ന് പറയുന്നത് മണി ചെയിനാണ്, ഇനി നമ്മൾ ഡിജിറ്റൽ ചെയ്യൂല എന്നൊക്കെ എത്ര ലീഡർമാർ പറഞ്ഞിന്. നമ്മൾ ഡിജിറ്റൽ മണി ചെയിൻ ആണെങ്കിൽ നമ്മളത് ചെയ്യില്ല, നമ്മൾ കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേണ്ടുന്നവർ മാത്രം കേസ് ഇടുക, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കേസ് ഇട്ടവർക്ക് മാത്രമേ പണം കിട്ടൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. അത്ര മാത്രമേ പറയാനുള്ളൂ. ബൈ.